മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി LDF സർക്കാർ പ്രവർത്തിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും LDFിന്റേതെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം വിളമ്പിയാണ് പിണറായി വിജയൻ വാർത്താസമ്മേളനം ആരംഭിച്ചത്. മെയ് 24 തന്റെ പിറന്നാളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എൻ്റെ പിറന്നാൾ. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖയനുസരിച്ച് 21/3/44. എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10-നാണ് ജനനം. അതായത് 45 മെയ് 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും. ജാതി മത വ്യത്യാസമുണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റേതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും സ്നേഹസഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും നിയുക്ത മന്ത്രിമാരെ അനുഗമിച്ചു. പിണറായി വിജയൻ ഗൗരിയമ്മയും സന്ദർശിച്ചു. ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന്. ഷാജി, വിശദവിവരങ്ങൾ. അതിനെ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഓരോ തവണയും LDF സർക്കാരിന്റെ നേതാക്കൾ ആലപ്പുഴയിൽ എത്തുകയും അതോടൊപ്പം തന്നെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തുകയും പതിവാണ്. ഇത്തവണയും 1 മണിയോടുകൂടിയാണ്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ആലപ്പുഴയിലെത്തിയത്. അവർ നേരെ KR ഗൗരിയമ്മയെ കാണാൻ വേണ്ടിയാണ് പോയത്. നാളെ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ, അതായത് പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ഗൗരിയമ്മയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഗൗരിയമ്മയെ കാണാൻ വീട്ടിലെത്തിയത്. ഗൗരിയമ്മ കേക്ക് മുറിച്ച് തന്റെ പിണറായി വിജയന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് ഇവരെ വരവേറ്റത്. വളരെയധികം ആഹ്ലാദത്തോടു കൂടിയുള്ള ഒരു വരവേൽപ്പാണ് ഗൗരിയമ്മയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അതിനുശേഷം ഉച്ചഭക്ഷണവും കഴിഞ്ഞാണ് പിണറായിയും മറ്റു മന്ത്രിമാരും ഗൗരിയമ്മയുടെ വീട്ടിൽ നിന്നും മടങ്ങിയത്. 4 മണിയോടുകൂടിയാണ്, വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വലിയ ചുരുക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അതിനുശേഷം പൊതുസമ്മേളനവും നടന്നത്. പിന്നീട് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. അവിടെ ഇപ്പോഴും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടന്നു വരികയാണ്. പ്രധാനമായിട്ടും പിണറായി വിജയൻ LDFിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. നേമത്ത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് NDAക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചത്. അക്രമങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും LDF ആത്മസംയമനം പാലിക്കുകയാണ്. കേരളത്തിന് NDAക്കേറ്റ തിരിച്ചടി അമിത്ഷായെ നിരാശനാക്കിയിരിക്കുകയാണ്.
തെരുവിൽ നേരിടുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഒരു മന്ത്രിക്ക് ചേർന്നതല്ല. ഇത്തരത്തിൽ തന്റെ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടാണ് പിണറായി പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ തുരുക്കാട്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ചത്. ഇപ്പോൾ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമുള്ള സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ. എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നിരാശ മൂലമാണ് RSS ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പാർട്ടി സംയമനം പാലിച്ചിട്ടും RSS ആസൂത്രിതമായി ആക്രമണം നടത്തുകയാണ്. പ്രതികാരം ചെയ്യാനല്ല സർക്കാർ അധികാരത്തിലെത്തുന്നത് എന്നും നിയമത്തിന്റെ കരങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അധികാരമേൽക്കുന്ന ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗവൺമെന്റ് ആയിരിക്കില്ല. അങ്ങനൊരു അജണ്ട ഈ ഗവൺമെന്റ് ഉണ്ടാവില്ല. സർക്കാർ ജനങ്ങളുടെ മൊത്തം സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും LDF ഗവൺമെന്റ് കാഴ്ചവെക്കുക. NCPയിൽ നിന്ന് AK ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. എലത്തൂരിൽ നിന്നുള്ള MLA ആണ് AK ശശീന്ദ്രൻ. ഏത് വകുപ്പും സ്വീകാര്യമാണെന്നും ഉഴവൂർ വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AK ശശീന്ദ്രനായിരിക്കും LDF മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധി. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം, അങ്ങനെയൊക്കെയുള്ള വരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. ജനപക്ഷ വികസനം നടപ്പിലാക്കുകയാണ് തന്റെ പ്രഥമ അജണ്ടയെന്ന് നിയുക്ത മന്ത്രി AK ശശീന്ദ്രൻ പീപ്പിൾ TVയോട്. സാധാരണക്കാരുടെ ഉന്നമനമാണ് തന്റെ കണ്ണിലെ വികസനമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ LDF ശ്രദ്ധിക്കേണ്ടത് ഈ ജനപക്ഷ സമീപനം വരും നാളുകളിൽ ജനങ്ങൾക്ക് ബോധ്യമാകും വണ്ണം പ്രാവർത്തികമാക്കണം എന്നതിലാണ്. രണ്ടാമതൊരു കാര്യം വന്നിരിക്കുന്നത് ജനപക്ഷ വികസനം എന്നതാണ് LDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ജനപക്ഷ വികസനത്തിൻ്റെ മാതൃക എന്താ? അത് സംബന്ധിച്ച് എനിക്കും LDFനും ഒരു കാഴ്ചപ്പാടുണ്ട്. വികസനത്തിൻ്റെ ആദ്യത്തെ ഗുണഭോക്താവ് ആര് എന്നതിൽ നിന്നാണ് വികസനത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഗ്രാമീണ ജനതയ്ക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനം, അതാണ് യഥാർത്ഥ വികസനം. എന്നാൽ അത് മാത്രമാണ് എന്നൊരു വരട്ടുവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പൗരന് എൻ്റെ കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തോന്നൽ ഒരു പൗരനുണ്ടാകുമ്പോൾ അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു മുന്നണിയുടെയും വിജയം എന്ന് കരുതുന്നയാളാണ് ഞാൻ. ചർച്ചകൾക്കൊടുവിൽ ജനതാദൾ S മന്ത്രിയെ തീരുമാനിച്ചു. തിരുവല്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു T തോമസ് തന്നെ ഇത്തവണയും മന്ത്രിയാകും. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു മാത്യു T തോമസ്. വിജയം ഭക്ഷിക്കാനുള്ളവരാണ് ജനങ്ങളെന്ന് VS അച്യുതാനന്ദൻ. അവരെ പരാജയം ഭക്ഷിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും VS. ട്വിറ്ററിലാണ് VSന്റെ പരാമർശം. UDF സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് നിയുക്ത മന്ത്രി VS സുനിൽകുമാർ. മെത്രാൻ കായൽ നികത്തൽ ഉത്തരവ് നൽകിയതടക്കം പരിശോധിക്കും. LDF ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളല്ലെന്ന് തെളിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു സംശയം വേണ്ട. ഈ മെത്രാൻ കായലാണെങ്കിലും ഈ കള്ളസ്വാമി സന്തോഷ് മാധവന് ഭൂമി പതിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവും. അത് UDF ഗവൺമെന്റ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണെന്നുള്ളത് LDF ഗവൺമെന്റ് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭൂമി പതിച്ചു കൊടുത്ത നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അവസാന മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പൊതുവായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഗവൺമെന്റിലെ മന്ത്രിമാരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യമല്ല. UDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന UDF നേതൃയോഗത്തിന് ശേഷം UDF കൺവീനർ PP തങ്കച്ചൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഇതുപോലെ പണം ഒഴിക്കാൻ ഒരു തെരഞ്ഞെടുപ്പുണ്ടായില്ല. ഡംപ് ചെയ്യായിരുന്നു രണ്ടും. ഞാൻ അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞത് ഡംപ് ചെയ്യായിരുന്നു BJPയും അതുപോലെ തന്നെ LDF. അപ്പം അങ്ങനെ പല അത് മാത്രമല്ല കാരണമുണ്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കേരളത്തിലെ ആളുകളൊക്കെ പണം വാങ്ങിച്ചാണ് വോട്ട് ചെയ്തതെന്ന് നാളെ അങ്ങനെ ഞാൻ പറഞ്ഞു ജനങ്ങൾ അപമാനിച്ചൊന്നും എഴുതില്ല കേട്ടോ. പല കാരണങ്ങളും അതാ ഞാൻ പറഞ്ഞത്. വിശദമായിട്ട് പറയുന്നത് അത് പറഞ്ഞാൽ
അന്നത് ശരിയാവുള്ളൂ. എല്ലാ കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടമായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അത് ഓവർ കോൺഫിഡൻസിന്റെ എക്സ്പ്ലെയിൻ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്നാണോ? ഓവർ കോൺഫിഡൻസ് അല്ല, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞില്ല. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അല്ല, വർക്കൊക്കെ പൊതുവെ തൃപ്തികരമായ വർക്കാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ ഫലം ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മളുടെ ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണ്, പരാജയ കാരണം എന്താണെന്നാണ് പ്രാഥമികമായ നിഗമനം? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അരുൺ, UDF യോഗം അവസാനിച്ചു. പ്രാഥമികമായൊരു വിലയിരുത്തൽ നടന്നിട്ടില്ല. പാർട്ടികൾ അവരവരുടെ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. ഓരോ പാർട്ടിയും ഇക്കാര്യത്തിൽ തങ്ങളുടെ അഭിപ്രായം വിശദമായി പഠിച്ചതിന് ശേഷം വരുന്ന മാസം 8-ാം തീയതി വീണ്ടും UDF ചേർന്ന് പരാജയം ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ തീരുമാനം. UDF യോഗത്തിനകത്ത് കടുത്ത കടന്നാക്രമണത്തിന് മുതിർന്നത് RSP മാത്രമാണ്. അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് MK പ്രേമേന്ദ്രൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉണ്ടായ ചില പരാമർശങ്ങൾ LDFന്റെ അഴിമതി ക്യാമ്പയിന് ഗുണം ചെയ്തുവെന്ന് VM സുധീറിനെ പേരെടുത്ത് പറയാതെ എനിക്ക് മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളെ കടുത്ത തോതിൽ വിമർശിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ പെരുമാറിയത്. ഇത് LDFന്റെ അഴിമതി ക്യാമ്പയിന് ഗുണം ചെയ്തെന്നായിരുന്നു പ്രേമേന്ദ്രന്റെ വിമർശനം. നേമത്തെ തോൽവി സംബന്ധിച്ചും MM ഹസൻ ചില പരാമർശങ്ങൾ നടത്തി. നേമത്തെ സ്ഥാനാർത്ഥി ശരിയായില്ലെന്ന വിമർശനം ഹസൻ ഉയർത്തി. എന്നാൽ വേണ്ടെന്ന് പറഞ്ഞ സീറ്റ് അഴിച്ചേൽപ്പിച്ച് എന്തിനാണെന്നായിരുന്നു അത് വിശദാംശങ്ങളിലേക്ക് കാര്യമായി കടന്നിട്ടില്ല. ഈ ഘട്ടത്തിലാണ് തോൽവി ഓരോ പാർട്ടിയും പഠിച്ചതിനു ശേഷം 8-ാം തീയതി പരിശോധിക്കാവുന്ന നിലപാടിലേക്ക് UDF എത്തിപ്പിരിഞ്ഞത്. അരുൺ. MR സജേഷ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. MBBS BDS പ്രവേശനത്തിന് ഇക്കൊല്ലം പൊതുപ്രവേശന പരീക്ഷയായ നീറ്റ് ഉണ്ടാകില്ല. നീറ്റ് പരീക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് പ്രവേശന പരീക്ഷ നടത്താം. ഏറെ നാൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് നീറ്റ് പരീക്ഷാ കാര്യത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മെഡിക്കൽ ദന്തൽ പ്രവേശനത്തിന് ഈ വർഷം നീറ്റ് പരീക്ഷ ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് രാഷ്ട്രപതി ഒപ്പുവെച്ചു. നീറ്റ് പരീക്ഷ നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കുന്നത്. പുതിയ ഓർഡിനൻസ് പ്രകാരം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടപടികളുമായി മുന്നോട്ടു പോകാം. സംസ്ഥാനങ്ങളുടെ പരീക്ഷ എഴുതുന്നവർക്ക് ജൂലൈ 24 നടക്കുന്ന 2ാം ഘട്ട നീറ്റ് പരീക്ഷ ബാധകമാകില്ല. ശനിയാഴ്ചയാണ് സംയുക്ത പാർലമെന്ററി സമിതി സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ ഓർഡിനൻസ് തയ്യാറാക്കി രാഷ്ട്രപതിക്ക് നൽകിയത്. രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചു. ഇതേ തുടർന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്നലെ രാഷ്ട്രപതിയെ കണ്ട് ഓർഡിനൻസ് സംബന്ധിച്ച് വിശദീകരണം നൽകി. ഇതിനുശേഷമാണ് രാഷ്ട്രപതി ഓർഡിനൻസ് ഒപ്പുവെച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയായതിനു ശേഷമുള്ള പ്രണബ് മുഖർജിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. 2 ദിവസത്തെ ഇറാൻ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയും ഇറാനും തമ്മിൽ ഒപ്പിട്ടത് 12 തന്ത്രപ്രധാന കരാറുകൾ. ഹിരോഷിമയിലെ അണുബോംബാക്രമണത്തിൽ മാപ്പ് പറയില്ലെന്ന് US പ്രസിഡന്റ് ബരാക് ഒബാമ. 27-ന് ഒബാമ ഹിരോഷിമ സന്ദർശിക്കും. സിറിയയിലുണ്ടായ ശക്തമായ ബോംബ് സ്ഫോടനത്തിൽ 148-ലധികം പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു.